Children, today's our portion Murchaya Bhool Mahadevi Varma. Okay, നമ്മുടെ ഇന്നത്തെ ക്ലാസ് മഹാദേവി വർമ്മയുടെ മുർഛായ ഭൂലാണ്. മുർഛായ ഭൂൽ മാനെ ക്യാ ഹെ? വാടിയ പൂവ്. അപ്പോൾ നമുക്ക് നോക്കാം. മുർഛായ ഭൂൽ മഹാദേവി വർമ്മ की एक लोकप्रिय कविता है. മഹാദേവി വർമ്മയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് മുർഛായ ഭൂൽ. മഹാദേവി വർമ്മയെ അറിയാലോ, നമ്മുടെ ഛായാവാദിൽ 4 സ്തംഭങ്ങളിൽ ഏകമാത്ര കവയത്രി ഹെ മഹാദേവി വർമ്മ. ഛായാവാദിൽ 4 സ്തംഭങ്ങൾ ആരൊക്കെയാണ്? പ്രസാദ്, പന്ത്, നിരാല, മഹാദേവി വർമ്മ. അപ്പോൾ അതിൽ മഹാദേവി വർമ്മയുടെ ഏറ്റവും ലോകപ്രശസ്തമായ ഒരു കവിതയാണ് മുർഛായ ഭൂൽ. इसमें कवयित्री ने मुरझाया भूल के चित्रण के ज़रिए जीवन की नश्वरता और मनुष्य की स्वार्थपरता की ओर संकेत किया है. അപ്പോൾ ഈ കവിതയിലൂടെ കവയത്രി എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ജീവിതത്തിൻ്റെ നശ്വരതയുടെയും മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെയും നേരെ വിരൽ ചൂണ്ടുകയാണ് നമ്മുടെ കവയത്രി ഈ കവിതയിലൂടെ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്. അതുപോലെ നമ്മൾ സ്വാർത്ഥരാണ്, നമുക്കെല്ലാം സ്വന്തം കാര്യം അല്ലേ? അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? कवयित्री मुरझाए भूल को संबोधित कर कहती है कि जब तू कली के रूप में था तब पवन तुझे गोद में लेकर प्यार करता था. കവയത്രി ഒരു വാടിയ പൂവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലയോ നീ പൂമൊട്ടായിരുന്ന സമയത്ത്, അല്ലേ? കലി മീൻസ് മൊട്ട്. നീ മൊട്ടായിരുന്ന സമയത്ത് പവൻ തുഛേ ഗോതുമേം ലേക്കർ പ്യാർ കർത്താ ഥാ. പവൻ മീൻസ് നമ്മുടെ കാറ്റ്, ഇളം കാറ്റ് നിന്നെ മടിയിലേറ്റി താലോലിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. പൂർണ്ണ രൂപ സെ വികസിത് ഹുവാ തോ ഭ്രമർ ആക്കർ മണ്ടരാനെ ലഗ. അപ്പോൾ ആ മൊട്ട് വിരിഞ്ഞ് പൂർണ്ണമായി ഒരു പൂവായി മാറിയപ്പോഴോ വണ്ടുകൾ വന്ന് വട്ടമിട്ട് തുടങ്ങി. മണ്ടരാന മീൻസ് വട്ടമിട്ട് ചുറ്റുക. ചന്ദ്രമ അപ്നി സ്നിഗ്ധ കിരണയും ബർസാഥാ ഥാ. ചന്ദ്രൻ തൻ്റെ സ്നിഗ്ധ കിരണങ്ങൾ പൂവിന് വർഷിച്ചു കൊടുത്തു. രാത്രി ഓസ് കണ്ടൂബി മോത്തിയോങ്കി സമ്പത്തി സമർപ്പൺ കർത്തി ഥി. രാത്രി എന്ത് ചെയ്തു? മഞ്ഞുതുള്ളികളാകുന്ന മുത്തുകളുടെ സമ്പത്ത് നിനക്ക് സമർപ്പിച്ചു തന്നു. അപ്പോൾ മൊട്ട് വിരിഞ്ഞു പൂവായപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ്. ഓക്കെ, ഭ്രമർ ലോറിയാങ്കാക്കർ തുഛേ സുലാത്താ ഥാ. വണ്ടുകൾ എന്ത് ചെയ്തു? ലോറിയ മീൻസ് താരാട്ടുപാട്ടുകൾ പാടി നിന്നെ ഉറക്കി, നിന്നെ സന്തോഷിപ്പിച്ചു. താരാട്ടുപാട്ട് പാടി നിന്നെ ഉറക്കി. മാലി ബഡേ യത്നസേ തേരി രക്ഷാ കർത്താ ഥാ. മാലി മീൻസ് ഗാർഡനർ, നമ്മുടെ പൂന്തോട്ടക്കാരൻ വളരെ സ്നേഹത്തോടുകൂടി നിന്നെ ലാളിച്ചു പരിപാലിച്ച് സംരക്ഷിച്ചു. उपवन में यह भूल अपने सौंदर्य और सुगंध पर गर्व करता था और मस्ती से क्रीड़ा करता था. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ അല്ലേ, ചന്ദ്രൻ അതിനെ മടിയിലേറ്റി കാറ്റ് താലോലിച്ചു. ചന്ദ്രൻ സ്നിഗ്ധകിരണങ്ങൾ പൊഴിയിച്ചു കൊടുത്തു. രാത്രി മഞ്ഞുതുള്ളികൾ പൊഴിയിച്ചു കൊടുത്തു. വണ്ടുകൾ പാട്ടുപാടി ഉറക്കി. അപ്പോൾ എല്ലാ സുഖലോലുപതയിലും സൗകര്യങ്ങളിലും വളരുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് ഈ പൂവിന് അഹങ്കാരം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഉദ്യാനത്തിൽ ഈ പുഷ്പം തൻ്റെ സൗന്ദര്യത്തിലും സൗരഭ്യത്തിലും അഹങ്കരിക്കുകയും പിന്നെ എന്ത് ചെയ്തു? ഉന്മത്തമായി ആനന്ദകളികൾ നടത്തുകയും ചെയ്തിരുന്നു അല്ലേ? എനിക്ക് ഇത്രയും ഭാഗ്യമുണ്ട്, എന്നെ എല്ലാവരും സ്നേഹത്തോടെ ലാളിക്കുന്നു, പരിപാലിക്കുന്നു. അതിൽ അഹങ്കാരം പൂണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ പൂവിവിടെ. ഉസ് സമയം ഉസ്നെ സ്വപ്നമേ ഭി അപ്നെ പതൻ കി കൽപ്പന നഹി കീ ഥി. ഇങ്ങനെയുള്ള സമയത്ത് അത് സ്വപ്നത്തിൽ പോലും തൻ്റെ പതനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നതേയില്ല. കൽപ്പന മീൻസ് അത് ഇമാജിൻ ചെയ്തതേയില്ല. ആജ് വഹി ഭൂൽ നീരസ് ഔർ ഗന്ധഹീൻ ഹോക്കർ ജമീൻ പർ ബിഖർ ഗയാ ഹേ.
അല്ലേ? എല്ലാവരും താലോലിച്ച് സ്നേഹിച്ച് വെച്ചിരുന്ന പൂവാണെങ്കിലോ ഇന്ന് ഉണങ്ങി അതിൻ്റെ മണമെല്ലാം നഷ്ടപ്പെട്ട് ഭൂമിയിൽ ചിതറിക്കിടക്കുകയാണ്. ജമീൻ ബർ ബിഖർന മീൻസ് ചിതറിക്കിടക്കുക. ആജ് വേ ഭ്രമർ ഉസ്കെ പാസ് നഹി ആധേ. ഇന്ന് വണ്ടുകൾ വരുന്നുണ്ടോ? ആരും വരുന്നില്ല. വന്നിട്ട് തേൻ കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. അപ്പം പിന്നെ എന്തിനാണ് വരുന്നത്? ജിസ് പവനെ അങ്കുമേ ലേക്കർ ഭൂൽ കോ പ്യാർ കിയാ ഥാ. ഏത് കാറ്റാണോ മടിയിലിരുത്തി താലോലിച്ചത്, ഉസീനെ ആജ് ഉസേ ഭൂമി പർ ഗിരാ ദിയ. ആ കാറ്റാണിപ്പോൾ അതിനെ തറയിൽ അടിച്ചിട്ടിരിക്കുന്നത്. ആ പൂവിനെ മടിയിലേറ്റി താലോലിച്ചിരുന്ന കാറ്റ് അതിനെ ഇപ്പോൾ ഭൂമിയിൽ പതിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? വളരെ സിമ്പിളായിട്ടുള്ള കവിതയാണ്, പഠിക്കാൻ വളരെ ഈസിയാണ്. ഭൂലിനെ അപ്നാ സബ് കുച്ച് സൻസാർ കോ ധ്യാൻ കർ ദിയാ ഹെ. പുഷ്പം തൻ്റെ എല്ലാം ലോകത്തിന് ദാനം ചെയ്തു കൊടുത്തു. ഫിർ ഭി സ്വാർത്ഥി സൻസാർ ഇസ്കെ പതൻ പർ നഹീം രോത്ത. എന്നിട്ടും സ്വാർത്ഥിയായ ലോകം അതിൻ്റെ പതനത്തിൽ ദുഃഖിച്ചിട്ടില്ല. വിധാതാനെ, വിധാത മീൻസ് ഈശ്വർ, എല്ലാം സൃഷ്ടിക്കുന്ന ആൾ. വിധാതാനെ സബ്കോ സ്വാർത്ഥി ബനാ ദിയാ ഹെ. എല്ലാം ദൈവം എല്ലാവരെയും സ്വാർത്ഥമതികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഹേ ഭൂൽ സർവസ്വ ദാൻകർ തു ദൂസരോങ്കോ ഖുഷ് കർത്താ രഹ. അല്ലയോ പൂവേ, എല്ലാം ദാനം ചെയ്ത് നീ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത്തനെ ഭർ ഭി സൻസാറിനെ തുജ് പർ അനുകമ്പ പ്രകട് നഹി കി. ഇത്രയൊക്കെ ആയിട്ടും ലോകം നിന്നോട് അനുകമ്പ പ്രകടിപ്പിച്ചിട്ടില്ല. തബ് തോ സ്വാർത്ഥി മനുഷ്യക്ക് ദശ ക്യാ ഹോഗി. അങ്ങനെയാണെങ്കിൽ ഈ സ്വാർത്ഥനായ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ സംസാരമേ സ്വാർത്ഥ കാഹി ബോൽബാല ഹേ. നമ്മുടെ ഈ ലോകത്ത് സ്വാർത്ഥതയുടെ, ബോൽബാല മീൻസ് ആധിപത്യം, അതിൻ്റെ സഞ്ചാരമാണ് നമ്മുടെ ഈ ലോകം. जो उदार महान और परोपकारी है उनकी सज्जनता का संसार अनुचित लाभ उड़ाता है. ഉദാരനും മഹാനും പരോപകാരിയുമായവൻ്റെ നല്ല മനസ്സിനെ അനുചിതമായിട്ടാണ് ലോകം കാണുന്നത്, അതിനെ മുതലെടുക്കുന്നു. മനസ്സിലായോ? മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികളെയൊന്നും ആരും നല്ലതായിട്ട് കാണുന്നില്ല. കവയിത്രി ने इस कविता के द्वारा यह संदेश दिया है कि ഈ കവിതയിലൂടെ കവയിത്രി നിങ്ങൾക്ക് ഓരോർക്കും നൽകുന്ന സന്ദേശം എന്താണ്? മനുഷ്യको കഭി അപ്നെ യൗവൻ और സൗന്ദര്യ पर गर्व नहीं करना चाहिए. നമ്മൾ ഒരിക്കലും നമ്മുടെ യൗവനത്തിലും നമ്മുടെ സൗന്ദര്യത്തിലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മളെന്നും ഇങ്ങനെ സുന്ദരന്മാർ അല്ലെങ്കിൽ ചെറുപ്പമായിട്ടിരിക്കുമോ? ഇല്ല, ഒരു കാലത്ത് നമ്മളും എല്ലാവരും വയസ്സാകും. ഓക്കെ, ജനിച്ചാൽ ഒരിക്കൽ മരണം എല്ലാവർക്കും വരും. പറയാറുണ്ട്, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കണ്ട, അല്ലേ? നാളെ നിൻ്റെയും ഗതി ഇതാണ്. അപ്പം നമുക്കിപ്പോൾ സൗന്ദര്യമുണ്ട്, നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, എന്നൊരു ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ക്യോങ്കി സംസാർ കെ ഈ ആകർഷൺ സബ് ക്ഷണിക് ഔർ നശ്വർ ഹേ. നമ്മുടെ ലോകത്തിൻ്റെ ഈ എല്ലാ ആകർഷണങ്ങളും എല്ലാം എന്താണ്? ക്ഷണികമാണ്, നശ്വരമാണ്. എല്ലാം ഒരു മാത്രയിൽ തന്നെ മാറി മറിയാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല, അല്ലേ? നമ്മളിങ്ങനെ മാസ്കൊക്കെ ഇട്ട് സാനിറ്റൈസ് ചെയ്ത് നമ്മൾ ജീവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ ഓർക്കാത്ത കാര്യമാണ്. അപ്പം നമ്മുടെ ലോകത്തിൻ്റെ ഓരോ അവസ്ഥ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മുർച്ചായ ഭൂൽ എന്ന കവിതയിലൂടെ കവയിത്രി നിങ്ങൾക്ക് തരുന്ന ആഹ്വാനമാണ് എന്താണ്? നമ്മൾ ഒന്നിനോടും ആർത്തി കാണിക്കാനും പാടില്ല, അഹങ്കാരം കാണിക്കാനും പാടില്ല. നല്ല മനസ്സോടുകൂടി നമ്മൾ ജീവിക്കുക. ഓക്കെ, നമ്മൾ സ്വാർത്ഥരാകാതിരിക്കുക. നല്ല മനസ്സോടുകൂടി നല്ല കുട്ടികളായിട്ട് പഠിച്ചുയർന്ന് മുന്നോട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഐ ആം ദിവ്യ സജിത്ത്.